الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك كلا بل تكذبون بالدين وإن عليكم لحافظين كراما كاتبين يعلمون ما تفعلون إن الأبرار لفي نعيم وإن الفجار لفي جحيم. അള്ളാഹുവിൻ്റെ വിനീത ദാസന്മാരെ ദാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ കൽപ്പനകളെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണം എന്നെന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു നമ്മയെല്ലാം റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യന്മാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരന്മാരെ, വിശ്വാസികൾ നമ്മൾ ഒരു ലക്ഷ്യമുള്ളവരാണ്. കേവലം ഒരു ലക്ഷ്യമല്ല, ആ ലക്ഷ്യത്തെ സംബന്ധിച്ച് ബോധമുള്ളവരാണ്. ലക്ഷ്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ ലക്ഷ്യത്തിലേക്കുള്ള അവരുടെ പ്രയാണത്തിൽ ഓരോ വഴിയടയാളങ്ങളും അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ലക്ഷ്യമില്ലാത്തവന് വഴിയടയാളങ്ങൾ ആവശ്യമില്ല. അഥവാ അവന് പ്രത്യേകമായ ഒരു ലക്ഷ്യമില്ല, എങ്ങോട്ട് വേണമെങ്കിലും അവന്റെ ജീവിതത്തെ അവന് തിരിച്ചുവിടാം, എങ്ങോട്ട് വേണമെങ്കിലും പോകാം, എപ്പോ വേണമെങ്കിലും നിൽക്കാം. പക്ഷെ ലക്ഷ്യമുള്ളവന് ആ ലക്ഷ്യത്തിലെത്താനുള്ള പ്രയാണത്തിൽ അവന്റെ വഴിയടയാളങ്ങൾ ഓരോന്നും അവൻ ഓർത്തുകൊണ്ടിരിക്കേണ്ടതുണ്ട്. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും പ്രഭാതവും പ്രദോഷവും ഒക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വഴിയടയാളങ്ങളാണ്. അവന്റെ ശരീരത്തിലുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും അവന്റെ വഴിയടയാളങ്ങളാണ്. അവന്റെ ചുറ്റുവട്ടത്തിൽ നടക്കുന്ന ഓരോ പ്രതിഭാസങ്ങളും പ്രകൃതിയുടെ മാറ്റങ്ങൾ പോലും അവനെ സംബന്ധിച്ചിടത്തോളം അവനുള്ള വഴിയടയാളങ്ങളാണ്. ഈ വഴിയടയാളങ്ങൾ ശ്രദ്ധിക്കാതെ ഒരു വിശ്വാസിക്ക് മുന്നോട്ട് പോവുക സാധ്യമല്ല.
അത് ശ്രദ്ധിക്കാതെ ജീവിക്കുന്നവനെ സംബന്ധിച്ചാണ് അള്ളാഹു വല്ലദീന കഫറു യതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആം വന്നാറു മസ്വലഹും എന്ന് പറഞ്ഞു. നിഷേധികളായ ആളുകൾ, ബോധമില്ലാത്ത ലക്ഷ്യമില്ലാത്ത ആളുകൾ, അവർ ഇവിടെ സുഖിച്ച് ആനന്ദിച്ച് ആറാടുകയാണ്. കേവലം കാലികൾ തിന്നുന്നത് പോലെ കുറെ തിന്നും കുടിച്ചും ഭോഗിച്ചും സുഖിക്കുന്നു. വന്നാറു മസ്വല്ലഹും, അവർ എങ്ങനെ ഏതൊക്കെ വഴി തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോയാലും ലക്ഷ്യബോധമില്ലാത്തത് കൊണ്ട് നരകത്തിലേക്ക് ആപ്പതിക്കുന്നതാണ്. അപ്പോൾ ഒരു വിശ്വാസി, അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വഴിയടയാളങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരു വർഷത്തിന്റെ കലണ്ടറിന്റെ പേജ് വാർഷിക കലണ്ടർ പൂർണ്ണമായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വയസ്സ് കൂടി നമുക്ക് കൂടുകയാണ്. അത് നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. യബ്ന ആദം ഇന്നമാ അൻത അയ്യാം കുല്ലമാ ദഹബ യൗമുക ദഹബ ബഅലുക. മനുഷ്യപുത്ര, നീ ദിനങ്ങളാണ്, ദിവസങ്ങളാണ്. നീ ഓരോ ദിവസങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ, ഓരോ ദിവസവും നിനക്ക് കൊഴിഞ്ഞു പോകുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിന്നാണ് ആ കൊഴിഞ്ഞു പോകുന്നത്. അപ്പൊ നമുക്കൊരു ഓർമ്മ വേണം, നമുക്കൊരു ശ്രദ്ധ വേണം. അങ്ങനെ എത്രയെത്ര ദിവസങ്ങൾ, എത്രയെത്ര മാസങ്ങൾ, എത്രയെത്ര വർഷങ്ങൾ നമുക്ക് കഴിഞ്ഞുപോയി. എങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു ചിന്തയുണ്ട്. എന്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എന്തൊരുക്കി വെച്ചു? എന്താണ് എന്റെ ലക്ഷ്യം? അതിനുവേണ്ടി ഞാൻ ഇതുവരെ എന്തൊരുക്കി വെച്ചു? അതിലെന്തൊക്കെ കുറവുകൾ വന്നു? ആ കുറവുകൾ നികത്താൻ ഇനി എന്തു മാർഗം? ഇപ്പോൾ ഇവിടെ ഇരുന്ന് ചിന്തിക്കാം. നമുക്ക് ഓരോ ആളുകൾക്കും ചിന്തിക്കാം, ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക്, എന്താ നമ്മുടെ ലക്ഷ്യം? ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എന്തൊരു കാര്യം ഒരുക്കി വെച്ചു എന്ന്. ഒരു ഉദാഹരണം നമുക്ക് പറയാമല്ലോ. ഭൗതികമായി നമ്മൾ ഒരു കച്ചവട സ്ഥാപനമാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് അതിന്റെ കണക്കുകൾ നോക്കിയിട്ട് അതിന്റെ ലാഭനഷ്ടങ്ങൾ വിലയിരുത്തിയിട്ട് നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും മുന്നോട്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട വിധത്തിലേക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെ മാർഗങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം? കച്ചവട സ്ഥാപനത്തിൽ ആളുകളെ മാറ്റേണ്ടതുണ്ടോ? അതുപോലെ തന്നെ കച്ചവടത്തിന്റെ രീതി മാറ്റേണ്ടതുണ്ടോ? അതിന്റെ പരസ്യത്തിൽ വ്യത്യാസങ്ങൾ വരുത്തേണ്ടതുണ്ടോ? ഇങ്ങനെയെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അടുത്ത വർഷത്തേക്ക് ഒരു മാറ്റം വരുത്തും. ഒരു കരാറ് പണിക്കാരൻ 6 മാസത്തേക്ക് ഒരു കരാറ് പണി ഏറ്റെടുത്ത് 4 മാസം കഴിഞ്ഞപ്പോഴും അതിന്റെ പകുതിയോ അതിന്റെ 4/1 ഭാഗമോ തീർന്നില്ല എന്നവന് തോന്നുമ്പോൾ കൂടുതൽ ആളുകളെ ജോലിക്ക് വെച്ചുകൊണ്ട് തകൃതിയായി രാവും പകലും പണിയെടുത്ത് 6 മാസം കൊണ്ട് പണി തീർക്കാൻ വേണ്ടി അവൻ ശ്രമിക്കും. ഒരു കടക്കാരൻ കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ കടത്തിന് എന്തെങ്കിലും ഭംഗം വന്നാൽ അവൻ പിന്നീട് അത് എത്രയും പെട്ടെന്ന് കുറച്ച് കൂടുതൽ കൊടുത്തുകൊണ്ടെങ്കിലും ആ സമയത്തിനുള്ളിൽ അത് തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. ഇതൊക്കെ ഭൗതികമായി നമ്മൾ നടത്തുന്നതാണ്. ഒരുപക്ഷെ ചില ആളുകൾ ഇതിലൊന്നും കാര്യമായി ശ്രദ്ധയില്ലാത്തവരാണ്. ഭൗതികമായ കാര്യത്തിലും അത്രയൊന്നും ശ്രദ്ധയില്ലാത്തവരാണ്. ചിലർക്ക് അത് അഡ്വാൻസ്ഡ് ആണ്. എത്ര വരെ എന്ന് പറഞ്ഞാൽ, നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ കുടുംബങ്ങൾക്ക് ജീവിക്കാൻ എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം എന്ന് ചിന്തിക്കുന്നവരാണ്. ആവശ്യമുള്ളതാണ്. ഞാൻ മരിച്ചാലും എന്താണ് അത്തരം ഒരു പദ്ധതിയിൽ നിന്നെ അംഗമാക്കുന്നത് എന്ന ചോദ്യത്തിന് അവന്റെ മറുപടി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ കിട്ടും എന്റെ കുടുംബത്തിന് എന്നതാണ്. അത്ര വരെ ശ്രദ്ധിച്ചുകൊണ്ട് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ഇവിടെ ഒരുപക്ഷെ ആ ഒരു 10 ലക്ഷം കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ കുടുംബങ്ങൾ തന്നെ മരിച്ചു പോകാമല്ലോ. അത് പടച്ചവന്റെ കയ്യിലാണ്. നമുക്കൊക്കെ അള്ളാഹു ആയുസ് തരട്ടെ. അത് നമ്മുടെ പ്രാർത്ഥനയാണ്, നന്മയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ അതൊക്കെ അള്ളാഹുവിന്റെ കയ്യിലാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ നോക്കൂ, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് നമ്മളതൊക്കെ, അല്ലെങ്കിൽ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയാണ് നമ്മളതൊക്കെ ഒരുക്കുന്നത്. അള്ളാഹു നാളെ പരലോകത്ത് സുഖലോക സ്വർഗത്തിൽ എത്തിപ്പെട്ട മാന്യന്മാരായ മനുഷ്യന്മാർക്ക് അള്ളാഹു ചില ആളുകൾക്ക് പ്രത്യേകം ഇങ്ങനെ ദർജ ഇടയ്ക്കിടയ്ക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന.
അവരിങ്ങനെ ഉയർന്നുയർന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അദ്ദേഹം ചോദിക്കും, ആ സൗഭാഗ്യവാൻ ചോദിക്കും അള്ളാഹുവിനോട്, പടച്ചോനെ, എന്നെ ഈ വിധത്തിൽ ഇത്രയും ഉയർന്ന സ്ഥാനത്തേക്ക് ഉയർത്താൻ മാത്രം ഞാൻ എന്തൊരു കാര്യമാണ് ചെയ്തത് എന്ന് ചോദിക്കും. അപ്പൊ അള്ളാഹു ആ മനുഷ്യന് മറുപടി കൊടുക്കും, നിന്റെ മകൻ, നിന്റെ സന്താനങ്ങൾ, നിന്റെ മകൻ, നിന്റെ മകൾ നിനക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തിക്കൊണ്ടേയിരുന്നു. നീ മരിച്ചു പോന്നതിന് ശേഷം അവർ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് സ്വർഗത്തിൽ ഇപ്പോൾ നീ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും. ശരി, മരണത്തിന് ശേഷം നമുക്കെന്ത് നമ്മൾ ഒരുക്കി വെച്ചു? അത് ചിന്തിക്കേണ്ടല്ലേ? എന്റെ ഉമ്മയോ ബാപ്പയോ എനിക്ക് താങ്ങും തണലുമായി വരാത്തൊരു ദിവസമാണ്. എന്റെ മക്കൾ എനിക്കെതിരെ പറയേണ്ടി വരുന്ന ദിവസമാണ്. അത്തരമൊരു ദിവസത്തിൽ എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി, അതും എന്റെ ജീവിതം ഇന്ന് അവസാനമാണെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നു, അള്ളാഹു നമുക്ക് നന്മ വർദ്ധിപ്പിക്കുവാനുള്ള ആയുസ് നൽകുമാറാവട്ടെ. ഇന്നാണ് എന്റെ അവസാനമെങ്കിൽ നാളേക്ക് വേണ്ടി നമ്മൾ എന്തൊരുക്കി വെച്ചു? വേണ്ട. ഇന്ന് വരെയുള്ള ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വന്നു, ഇത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ കുറവുകൾ നികത്താൻ നമ്മൾ എന്തൊരു മാർഗം കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിന് നമുക്ക് ഇങ്ങനെ ഒരു ബോധം നമ്മുടെ മനസ്സിൽ വരണമെങ്കിൽ ഒരു 5-6 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിലനിൽക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ ലക്ഷ്യബോധമാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, ഞാനിവിടെ ഇങ്ങനെ ജീവിച്ച് ഇങ്ങനെ പോകാൻ വേണ്ടി വന്നതല്ല, എനിക്ക് മരിച്ചു പോകണം. മരിച്ചു പോയിട്ട് എനിക്ക് സ്വർഗം കിട്ടണം, പരലോകമോക്ഷം. ഒന്ന്, പരലോകത്ത് എനിക്ക് രക്ഷപ്പെടണം, അഥവാ എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തണം. ഫമൻ സുഹ്സിയ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ആർ നരകത്തിൽ നിന്ന് തെന്നിമാറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ അവൻ വിജയിച്ചു. للذين اتقوا عند ربهم جنات تجري من تحتها الانهار خالدين فيها وازواج مطهرة ورضوان من الله والله بصير بالعباد. അള്ളാഹുവിനെ സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി ലക്ഷ്യബോധത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ, അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ താഴ്ഭാഗത്ത് കൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗപ്പൂന്തോപ്പുകൾ കാലാകാലമായിട്ടുണ്ട്. വഅസ്വാജു മുതഹറ, അവർക്ക് വിശുദ്ധകളായ അല്ലെങ്കിൽ വിശുദ്ധയായ ഇണകളുണ്ട്. വരിദ്വാനും മിനല്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രീതിയും അവർക്കുണ്ട്. അല്ലാഹു ബസീറും ബിൽ ഇബാദ്, അള്ളാഹു അവന്റെ അടിമകളെ സംബന്ധിച്ച് നോക്കിക്കൊണ്ടേയിരിക്കുന്നു, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു ലക്ഷ്യം, സ്വർഗം കിട്ടണം, അള്ളാഹുവിന്റെ പ്രീതി നേടണം, അവിടെ ആനന്ദിക്കണം, അത് ശാശ്വതമായി ലഭിക്കണം. ഈ സ്വർഗം ലഭിക്കുക എന്ന ബോധം, അതിനുവേണ്ടിയാണ് എനിക്കിവിടെ ജീവിതം നൽകിയിട്ടുള്ളത് എന്ന ലക്ഷ്യബോധം നമ്മളിൽ നിലനിൽക്കേണ്ടതുണ്ട്. എപ്പോഴും അതുണ്ടായിരിക്കേണ്ടതുണ്ട്. ഈ ബോധമുണ്ടാകുമ്പോഴേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനുവേണ്ടി ഒരുക്കി വെക്കുള്ളൂ. അതിനുവേണ്ടി എന്താ നമ്മൾ ഒരുക്കി വെച്ചത്? ആ സ്വർഗം എന്ന് പറയുന്നത് വിലപ്പെട്ട സ്വർഗം, വിലപ്പെട്ടതാണത്, പെട്ടെന്ന് കിട്ടുന്നതല്ല സ്വർഗം. സ്വർഗത്തിൽ അങ്ങനെ പെട്ടെന്ന് അങ്ങ് കടന്നു ചെല്ലാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. സ്വർഗത്തിന് വില കൊടുക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്ന സിലാത്തല്ലാഹി ഗാലിയ, അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ആ വസ്തു ഉണ്ടല്ലോ, അത് വളരെ വിലപ്പെട്ടതാണ്. അലാ ഇന്ന സിലാത്തല്ലാഹിൽ ജന്ന, അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന വസ്തു എന്ന് പറയുന്നത് സ്വർഗമാണ്. അതിന് ഏറെ പണിപ്പെടേണ്ടതുണ്ട്. അമ്പിയാക്കന്മാരും സുദ്ദീഖുകളും ശുഹദാക്കളും സാലിഹീങ്ങളും കടന്നു ചെന്നിരിക്കുന്ന സ്വർഗത്തിലേക്കാണ് നമുക്ക് കടന്നു ചെല്ലാനുള്ളത്. ഈ ഭൂമിയിൽ 63 വയസ്സ് വരെ ജീവിക്കുകയും 23 കൊല്ലത്തോളം ഈ ലോകത്തിന് സന്മാർഗ ദർശനം നൽകുകയും അതിന് പീഡനങ്ങളും താണ്ഡനങ്ങളും ഏറ്റുകൊണ്ട് അവസാനം അഥവാ മുസ്ലിങ്ങളുടെ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ വിശാലതയിൽ ഇസ്ലാമിന്റെ സാമ്രാജ്യത്തിന്റെ കേന്ദ്രത്തിലേക്ക് ധനങ്ങൾ ഒഴുകുന്ന നേരത്ത് പോലും തന്റെ പടയങ്കി, ഇസ്ലാമിന് വേണ്ടി താൻ പടപൊരുതിയ പടയങ്കി ഒരു ജൂതന് പണയം വെച്ച് 30 സാ ഗോതമ്പിന് പണയം വെച്ചുകൊണ്ട് മറ്റൊന്നും തന്റെ കയ്യിലില്ലാതെ ഇവിടെ നിന്ന് പോയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന സ്വർഗം, താൻ സമ്പാദിച്ച മുഴുവനും സ്വത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇനി ബാക്കി എന്ത് എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവും റസൂലും